Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Good afternoon, ma'am. Okay, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചോ എല്ലാവരും? കഴിച്ചു മാം. കഴിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ മാളവിക, ഗുഡ് ആഫ്റ്റർനൂൺ. മിസ് ഫുഡ് കഴിച്ചോ? കഴിച്ചു. ഇപ്പൊ തന്നെ കഴിച്ചോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മുടെ പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ? ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ എന്താണ് ഫാർമസി എന്നും അതിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്, പിന്നെ ഒരു ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സുകൾ അല്ലെ, ഒരു ഫാർമസിയുടെ പ്രധാനപ്പെട്ട എന്താണ് അവരുടെ ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ, അതായത് ഒരു ഫാർമസിയുടെ സൗകര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഐഡിയൽ ലൊക്കേഷൻ ഓഫ് ഫാർമസി എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ ആണ് കേട്ടോ. രണ്ടും ഓപ്ഷൻസ് കറക്റ്റ് ആണ് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് എന്തിന്റെ സ്ഥാനം, ഫാർമസിയുടെ ഐഡിയൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ബ്ലഡ് ബാങ്ക് പഠിച്ചപ്പോ ബ്ലഡ് ബാങ്കിന്റെ ഐഡിയൽ ലൊക്കേഷൻ എവിടെയാ പറഞ്ഞത്, ഗ്രൗണ്ട് ഫ്ലോറിലാണ് പറഞ്ഞത് അല്ലെ? ഓക്കെ, ഫാർമസി പഠിച്ചപ്പോ ഒന്നില്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലാവാം അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലാവാം കേട്ടോ. അപ്പൊ രണ്ടും തരയാണെങ്കിൽ രണ്ടും ഓപ്ഷൻസ് ശരിയാണ് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോർ അഥവാ ഫസ്റ്റ് ഫ്ലോർ കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ഫാർമസിയില് അത്യാവശ്യം വേണ്ട എക്യുപ്മെന്റുകൾ എന്തൊക്കെയാണ് അല്ലെ, നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് സ്റ്റാഫിങ്ങിനെ പറ്റിയിട്ടാണ് അല്ലെ. സ്റ്റാഫിങ്ങിൽ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്, ദ നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഇൻ എ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ദ ബെഡ് സ്ട്രെങ്ത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ഒരു ഹോസ്പിറ്റലില് ആവശ്യമായിട്ടുള്ള ഫാർമസിസ്റ്റുകളുടെ എണ്ണം എന്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്, അവിടുത്തെ അത് തന്നെ ബെഡ് സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടാബുലാർ കോള് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പഠിച്ചു വെക്കുന്നോണ്ട് അല്ലെങ്കിൽ പല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു എന്താ പറയാ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിന്റെ റിക്വയർമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു എന്താ പറയാ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത്രയും ഭാഗങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങള് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആണ് കേട്ടോ. നമ്മൾ ഈ ഒരു കമ്മിറ്റിയെ പറ്റിയിട്ട് ചെറുതായിട്ട് പറഞ്ഞു പോയിരുന്നു. എവിടെ
ഫങ്ഷൻസ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ പഠിച്ചപ്പോ അതിനകത്തൊരു പോയിന്റ് നമ്മൾ പറഞ്ഞില്ലേ, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി മുന്നോട്ട് വെക്കുന്ന ശുപാർശകള് പ്രാവർത്തികമാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഉണ്ട് അല്ലെ. അത് ഫാർമസിക്കാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഫാർമസിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരു കമ്മിറ്റി ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ കമ്മിറ്റിയാണ് നമ്മൾ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു കമ്മിറ്റി നൽകുന്ന ശുപാർശകൾക്ക് അനുസരിച്ചുകൊണ്ടാണ് ആ ഒരു ഹോസ്പിറ്റലിൽ ഫാർമസികള് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പഠിക്കുന്നത് ഈ ഒരു കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചിലപ്പോൾ DTC എന്നൊക്കെ കേൾക്കാം. DTC എന്ന് പറഞ്ഞാല് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്നതിന്റെ ചുരുക്കരൂപമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണം. നോക്കാം. ഫസ്റ്റ് വരുന്നത് മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ആണ് കേട്ടോ. അദ്ദേഹമാണ് എന്ത് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ആരാണ്? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ആണ് കേട്ടോ. ആരാണ്? ചെയർമാൻ ആണ് കേട്ടോ. ഓക്കെ, ഓർത്ത് വെക്കാം. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഓൾ HODs, അതായത് എല്ലാ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ്, ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന എത്രത്തോളം ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ ആ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെ ഹെഡുകള് ഈ പറയുന്ന കമ്മിറ്റിയുടെ മെമ്പർ ആയിരിക്കും കേട്ടോ, അംഗങ്ങളായിരിക്കും. അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്, അതും എന്താണ് ഈ ഒരു കമ്മിറ്റിയിലെ മെമ്പർ ആയിരിക്കും കേട്ടോ. ഇനി ചീഫ് ഫാർമസിസ്റ്റ് ആരായിരിക്കും? കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആണ് കേട്ടോ. ഏതൊരു കമ്മിറ്റി എടുത്താലും അതിനൊരു ചെയർമാൻ ഉണ്ടായിരിക്കും, ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കും. ചെയർമാനും സെക്രട്ടറിയും നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ആണ്. ഇപ്പൊ തന്നെ പഠിച്ചിരിക്കുക കേട്ടോ. എന്താണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ആണ്. ഓക്കെ, സെക്രട്ടറി ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ് ആണ് കേട്ടോ. ആരാണ്? ചീഫ് ഫാർമസിസ്റ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്ലോ ചാർട്ട് പറഞ്ഞപ്പോ ചീഫ് ഫാർമസിസ്റ്റ് പറഞ്ഞില്ലേ, ആണ് അദ്ദേഹത്തിന്റെ യോഗ്യത അല്ലെ. ഓക്കെ, അപ്പൊ അവരാണ് ഈ ഒരു കമ്മിറ്റിയുടെ എന്തായിട്ട് വരുന്നത്? സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മള് ചെയർമാനും സെക്രട്ടറിയും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, ആരാണ് ചെയർമാൻ? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് കേട്ടോ. ആരാണ് സെക്രട്ടറി എന്ന് പറയുന്നത്? ചീഫ് ഫാർമസിസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ദ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഈ പറഞ്ഞ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ടു പ്രിപ്പയർ ഓഫ് ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി എന്നാണ് കേട്ടോ. അതിന്റെ ഫോർമാലിറ്റി എന്നാണ് എഴുതിയിട്ടുള്ളത്. ഫോർമാലിറ്റി അല്ല, ഫോർമുലറി എന്നാണ് കേട്ടോ. ഫോർമുലറി. ഓക്കെ, ടു പ്രിപ്പയർ ഓഫ് ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി. അപ്പൊ നിങ്ങൾക്ക് സംശയം, എന്താണ് ഈ ഡ്രഗ് ഫോർമുലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഡ്രഗ് ഫോർമുലറി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയില് ഉപയോഗിക്കുന്നതിനായിട്ട് അംഗീകരിച്ചിട്ടുള്ള മരുന്നുകളുടെയും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെയും ഒരു ലിസ്റ്റ് ആണ് ഡ്രഗ് ഫോർമുലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? എന്താണ് ഡ്രഗ് ഫോർമുലറി എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റല് ഇപ്പോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയില് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അംഗീകരിച്ചിട്ടുള്ള മരുന്നുകളുടെയും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെയും ഒരു ലിസ്റ്റ് ആണ് എന്തെന്ന് പറഞ്ഞത്? ഡ്രഗ് ഫോർമുലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊരു എന്താണ് മെഡിസിൻസിന്റെ ലിസ്റ്റ് ആണ് അത്. അതായത് ഓരോ ഹോസ്പിറ്റലിലും അവിടുത്തെ ഫാർമസിയില് ഉപയോഗിക്കുന്നതിനായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഒരു കൂട്ടം മരുന്നുകള് അല്ലെങ്കിൽ മറ്റു ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഒരു ലിസ്റ്റ്, അതാണ് എന്ത്? ഡ്രഗ് ഫോർമുലറി എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ഹോസ്പിറ്റലിലും ആവശ്യമായിട്ടുള്ള ഈ ഡ്രഗ് ഫോർമുലറി പ്രിപ്പയർ ചെയ്യുന്നത് ആരുടെ ഫംഗ്ഷൻ ആണ്? ഈ പറയുന്ന കമ്മിറ്റിയുടെ ഫംഗ്ഷൻ ആണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ടു പ്രിപ്പയർ ഓഫ് ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി. ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള ഡ്രഗ് ഫോർമുലറി പ്രിപ്പയർ ചെയ്യുന്നത് ഏത് കമ്മിറ്റിയാണ്? ഈ പറയുന്ന ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ് കേട്ടോ. അവരുടെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് ആ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ടു സെലക്ട് ഓഫ് മാനുഫാക്ചറർ ആൻഡ് സപ്ലയർ മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്. ഇതൊക്കെയാണ് ടു സെലക്ട് ഓഫ് മാനുഫാക്ചറർ ആൻഡ് സപ്ലയർ അല്ലെ. അതായത് നമുക്കറിയാം മരുന്നുകൾ ചിലതൊക്കെ നമ്മൾ മാനുഫാക്ചർ ചെയ്യും അല്ലെ, നിർമ്മിക്കും.
മറ്റു ചില മരുന്നുകൾ എന്ത് ചെയ്യും, മറ്റേതെങ്കിലും സപ്ലൈസിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യും. അപ്പൊ എന്ത് വേണം, വളരെ റിലയബിൾ ആയിട്ടുള്ള അല്ലെ, ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള വിശ്വാസ്യതയുള്ള മാനുഫാക്ചറാണ്, അതുപോലെ തന്നെ സപ്ലയറുകളെ തെരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റോറേജ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ, സംഭരണമാണ്. അതായത് മരുന്നുകളുടെ സംഭരണ രീതികൾ ഇതൊക്കെ സെലക്ട് ചെയ്യുന്നത് ആരാണ്, അവിടുത്തെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഓക്കെ, ഈ കമ്മിറ്റിയാണ് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ശരിയായ മാനുഫാക്ചറുകളെ, നിർമ്മാതാക്കളെ തെരഞ്ഞെടുക്കുക, സപ്ലയറുകളെ തെരഞ്ഞെടുക്കുക, അതുപോലെ തന്നെ മരുന്നുകളുടെ ആ ഒരു മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്, ഏത് രീതിയിലാണ് ഓരോ മരുന്നുകളും സംഭരിച്ചു വെക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ള മാർഗനിർദ്ദേശങ്ങളും മറ്റും പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ടു ആഡ് ഓഫ് ന്യൂ ഡ്രഗ്സ്, ഡിലീഷൻ ഓഫ് ഓൾഡ് ഡ്രഗ്സ്. എന്താണ് ടു ആഡ് ഓഫ് ന്യൂ ഡ്രഗ്സ്, ഡിലീഷൻ ഓഫ് ഓൾഡ് ഡ്രഗ്സ്. എന്താണ് പറയുന്നത്, നമ്മൾ തുടക്കം ഒരു പോയിന്റ് പറഞ്ഞില്ലേ, ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള ഡ്രഗ് ഫോർമുലറി തയ്യാറാക്കുന്നത് ആരാണ്, ഈ പറയുന്ന ഈ കമ്മിറ്റിയാണ് അല്ലെ. ഈ ഒരു കമ്മിറ്റി അതിനകത്ത് പുതിയ പുതിയ മരുന്നുകൾ ചേർക്കുകയും, ഓക്കെ, ഡ്രഗ് ഫോർമുലറിക്കകത്ത് പുതിയ മരുന്നുകൾ ചേർക്കുക, അതുപോലെ തന്നെ പഴയ മരുന്നുകൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഡിലീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റിമൂവ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള ഡ്രഗ് ഫോർമുലറി തയ്യാറാക്കുന്നത് ആരാണ്, ഈ പറയുന്ന കമ്മിറ്റിയാണ്. എന്ന് പറഞ്ഞാല് ആ ഹോസ്പിറ്റലിൽ ഏതൊക്കെ മരുന്നുകൾ ഉപയോഗിക്കണം എന്നതിനെ പറ്റിയുള്ള ലിസ്റ്റും മറ്റും തയ്യാറാക്കുന്ന ഈ ഒരു കമ്മിറ്റിയാണ്. അപ്പൊ ഈ ലിസ്റ്റിനകത്ത് പുതിയ പുതിയ മരുന്നുകൾ ചേർക്കാം. പുതിയ പുതിയ മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ കൂടെ ഇഫക്റ്റീവ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കുറെ കൂടെ സേഫ്റ്റി ആയിട്ടുള്ള, കുറെ കൂടെ ഫലപ്രദമായിട്ടുള്ള പുതിയ മരുന്ന് നമുക്കറിയാം. പുതിയ പുതിയ മെഡിസിൻസുകളും മറ്റു റിസർച്ചിലൂടെയൊക്കെ കണ്ടുപിടിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പുതിയ പുതിയ മരുന്നുകൾ ആ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ ചില പഴയ മരുന്നുകൾ, പഴയ മരുന്ന് എന്ന് പറയുമ്പോൾ അധികം ഫലപ്രദമല്ലാത്തതോ അല്ലെങ്കിൽ അത്ര സേഫ് അല്ലാത്ത ചില മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ലിസ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്ത് കളയണം അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഫങ്ഷൻസും ആര് തന്നെയാണ് ചെയ്യുന്നത്, ഈ ഒരു കമ്മിറ്റിയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത് ടു ആഡ് ഓഫ് ന്യൂ ഡ്രഗ്സ്, ഡിലീഷൻ ഓഫ് ഓൾഡ് ഡ്രഗ്സ് കേട്ടോ. പുതിയ പുതിയ മരുന്നുകളെ എന്തിലേക്ക് ചേർക്കാം, ഫോർമുലറിയിലേക്ക് ചേർക്കാം. അതുപോലെ പഴയ മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒട്ടും ഫലപ്രദമല്ലാത്തത്, സേഫ് അല്ലാത്ത പല മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ അതുപോലെ കാലഹരണപ്പെട്ട മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എന്ത് ചെയ്യാം, ഈ ലിസ്റ്റിൽ നിന്ന് എടുത്തു മാറ്റാം, റിമൂവ് ചെയ്യുക കേട്ടോ. അതാണ് അവിടെ ഡിലീഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്, ഡ്രഗ്സ് ടു ബി സപ്ലൈഡ് ഇൻ OPD അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് ഉള്ള മരുന്നുകളുടെ സപ്ലൈ ഉറപ്പാക്കുക അല്ലെ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല കേട്ടോ, അത് ഇങ്ങനെ പറഞ്ഞത് മാത്രമുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ആവശ്യം, അത് ഇൻപേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനും എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള മരുന്നുകള് സപ്ലൈ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണുള്ളത്, ഈ പറയുന്ന കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത് കേട്ടോ. അവർക്കുള്ള സപ്ലൈസും കാര്യങ്ങളെല്ലാം അതിന് വേണ്ട എല്ലാ സൂപ്പർവിഷൻസും മറ്റും കൊടുക്കുന്നത് ഈ ഒരു കമ്മിറ്റി ആയിരിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പോളിസി ഫോമിംഗ് ഫോർ ദ ഫാർമസി ആൻഡ് മോണിറ്ററിംഗ്. ഓക്കെ, അതായത് ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഫാർമസിക്ക് ആവശ്യമായിട്ടുള്ള നയങ്ങള് അല്ലെ, പോളിസികള് രൂപീകരിക്കുന്നതും അതുപോലെ ഫാർമസിയുടെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നത് അല്ലെ, നിരീക്ഷിക്കുന്നതും ആരാണ്, ഈ പറയുന്ന കമ്മിറ്റിയാണ്. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്, ബഡ്ജറ്റ് ഡിമാൻഡ് ഫോർ ഫാർമസി. ഇതാണ് ബഡ്ജറ്റ് ഡിമാൻഡ് ഫോർ ഫാർമസി. ഫാർമസിക്ക് ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ഫാർമസിയുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഫിനാൻഷ്യൽ റിസോഴ്സസുകളും പ്രൊവൈഡ് ചെയ്യേണ്ടതും ആരുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്. ഓക്കെ, അവരാണ് ആ ഫാർമസി നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാമ്പത്തികമായിട്ടുള്ള റിസോഴ്സുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്, അതിനൊരു സപ്പോർട്ടൊക്കെ കൊടുക്കുന്നത് ആരാണ്, ഈ ഒരു കമ്മിറ്റിയാണ്. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ, ബഡ്ജറ്റ് ഡിമാൻഡ് ഫോർ ദ ഫാർമസി. ഓക്കെ, അടുത്ത പോയിന്റ്, ടു ഡെവലപ്പ് ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം. എന്താണ് പറയുന്നത്, ടു ഡെവലപ്പ് ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം. അതായത് ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോ ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ആണ്. എന്നുവെച്ചാൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നൊക്കെ നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലില് ഏതൊക്കെ മരുന്നുകൾ ഉപയോഗിക്കണം, ആ മരുന്നുകളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ്
കാര്യങ്ങളൊക്കെ ഹെൽത്ത് പ്രൊഫഷണൽസിന് കൊടുക്കുന്ന ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റമാണിത് ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരു കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനമാണ്. ഓക്കെ, ഇന്നത്തെ എല്ലാം ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെല്ലാം എന്താണ്, കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വഴിയായിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് നടത്താൻ പറ്റുന്നുണ്ട്. അപ്പൊ അത്തരത്തില് ഈ മരുന്നുകൾ, ഓരോ ഫാർമസിയിൽ ഉപയോഗിക്കേണ്ട മരുന്നുകള്, ഓരോ മരുന്നുകളുടെ എല്ലാ ഇൻഫർമേഷൻസ് ഉൾപ്പെടെ അവിടുത്തെ ഹെൽത്ത് പ്രൊഫഷണലുകൾക്ക് കൊടുക്കുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനമാണ് ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഡ്രഗ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നതും ആര് തന്നെയാണ്, ഈ പറയുന്ന ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത പോയിന്റ് ഇതാണ്, to check off pharmacy records and drug quality. To check off pharmacy records and drug quality. ഇനി ഫാർമസി സംബന്ധമായിട്ടുള്ള എല്ലാവിധ റെക്കോർഡുകളും കൃത്യമായിട്ട് പരിശോധിക്കുന്നത് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഫാർമസിയിലൊക്കെ ഉപയോഗിക്കുന്ന റെക്കോർഡുകൾ, രജിസ്റ്ററുകളൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഫാർമസിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റെക്കോർഡുകളും കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡ്രഗ് ക്വാളിറ്റി, മരുന്നുകളുടെ ഗുണമേന്മ അല്ലെ, മരുന്നുകളുടെ ആ ഒരു ക്വാളിറ്റിയും കൂടെ ചെക്ക് ചെയ്യുക എന്നുള്ളതും ഈ പറയുന്ന കമ്മിറ്റിയുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്. പിന്നെന്താണ്, ടു മെയിൻറ്റെയിൻ ഓഫ് ഡ്രഗ് സ്റ്റാൻഡേർഡ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. അതോടൊപ്പം തന്നെ മരുന്നുകളുടെ സ്റ്റാൻഡേർഡ് അല്ലെ, ഡ്രഗ് സ്റ്റാൻഡേർഡ്, മരുന്നുകളുടെ നിലവാരം അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അതിന്റെ ക്വാളിറ്റി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക. ഇതൊക്കെ കമ്മിറ്റിയുടെ ഫംഗ്ഷൻ ആണ് കേട്ടോ. ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് എന്താണ്, ടു ഡിസ്പോസ് ഓഫ് എക്സ്പയറി ഡ്രഗ്സ് അല്ലെ, കാലഹരണപ്പെട്ട മരുന്നുകൾ എന്ത് ചെയ്യുക, ഡിസ്പോസ് ചെയ്യാം. ഡിസ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ തോന്നിയ രീതിയിലുള്ള ഒരു ഡിസ്പോസ് ചെയ്യലല്ല, കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ പാലിച്ചുകൊണ്ട് കാലഹരണപ്പെട്ട മരുന്നുകളെയൊക്കെ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതും കമ്മിറ്റിയുടെ ഫംഗ്ഷനാണ്. ഓക്കെ ആണോ? കിട്ടിയോ നിങ്ങൾക്ക്? മനസ്സിലായോ? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, ഏതെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് അതിൽ ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. ഇത്രയൊക്കെ നമ്മൾ രണ്ടാമത്തെ പോയിന്റ് മനസ്സിലാക്കുക. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ജസ്റ്റ് ഒന്നും കൂടെ ഒടിച്ചു പറയാം. ടു പ്രിപ്പയർ ഓഫ് ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി. ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായ ഡ്രഗ് ഫോർമുലറി തയ്യാറാക്കുക. അപ്പൊ അടുത്ത സംശയം ഇതാണ്, എന്താണ് ഈ ഡ്രഗ് ഫോർമുലറി? അത് വേറൊന്നുമല്ല, ആ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നതിനായിട്ട് അംഗീകരിച്ചിട്ടുള്ള മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ആണ് ഹോസ്പിറ്റൽ നമ്മൾ ഡ്രഗ് ഫോർമുലറി എന്ന് പറയുന്നത്. അത്തരം ഫോർമുലറി മറ്റ് തയ്യാറാക്കുന്നത് ആരാണ്? ഈ പറയുന്ന കമ്മിറ്റിയാണ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ടു സെലക്ട് ഓഫ് മാനുഫാക്ചറർ ആൻഡ് സപ്ലയർ മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്. അതായത് നമ്മൾ ഈ ഫാർമസിയിൽ ആവശ്യമായിട്ടുള്ള മരുന്നുകള് കുറെ മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും സപ്ലൈസിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യും. വലിയ വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യും. ചില മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, മാനുഫാക്ചർ ചെയ്യും, എന്നുവെച്ചാൽ നിർമ്മിക്കും, ഹോസ്പിറ്റലിൽ തന്നെ അവര് നിർമ്മിക്കും. അപ്പോ അത്തരത്തില് നമ്മൾ എന്താ പറയുക, മരുന്നുകൾ ഉത്പാദിപ്പിക്കാനായിട്ട് നല്ല മാനുഫാക്ചറർ, ഓക്കെ, നല്ല നിർമ്മാതാക്കള്, അതുപോലെ ഇപ്പൊ സപ്ലയർ, അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വാങ്ങുകയാണെങ്കിൽ നല്ല സപ്ലയറുകളെയൊക്കെ തെരഞ്ഞെടുക്കുക എന്നുള്ളതും കമ്മിറ്റിയുടെ ഉത്തരവാദിത്വമാണ് കേട്ടോ. അതുപോലെ മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്. പ്രൊക്യൂർമെന്റ് എന്ന് വെച്ചാൽ സംഭരിക്കുക എന്നുള്ള അർത്ഥമാണ്. മരുന്നുകൾ ഏത് രീതിയിൽ സംഭരിക്കണം. ഇനി നമ്മൾ പല ടൈപ്പ് മരുന്നുകൾ പഠിക്കുന്നുണ്ട്, ജനറൽ ഡ്രഗ്സുകൾ, നാർക്കോട്ടിക് ഡ്രഗ്സുകൾ, ഇൻഫ്ലേമബിൾ ഡ്രഗ്സുകൾ. ഓരോ മരുന്നുകളും നമ്മൾ സംഭരിച്ച് വെക്കേണ്ട രീതി വ്യത്യാസമുണ്ട്. ഏത് രീതിയിൽ, അത് ഏത് മോഡ്, ഏത് രീതിയിൽ നമ്മൾ അതിനെ സംഭരിച്ച് വെക്കണം എന്നതിനെ പറ്റിയിട്ടുള്ള തീരുമാനങ്ങളും മറ്റും എടുക്കുന്നത് ഈ ഒരു കമ്മിറ്റി ആയിരിക്കും. മനസ്സിലായല്ലോ? പ്രത്യേകിച്ച് മരുന്നാണ്, നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നതാണ് അല്ലെ. അതിലെന്തെങ്കിലും പാകപ്പിഴകൾ വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലെ. അത്രയും നമ്മൾ കെയർ എടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. പ്രത്യേകിച്ച് നല്ല മാനുഫാക്ചർമാരെ, നല്ല സപ്ലയറുകളെയൊക്കെ നമ്മൾ തെരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ അവര് മോശം ആൾക്കാരെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അവര് തരുന്ന മരുന്നുകളിൽ ചിലപ്പോൾ നല്ല പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ മുഴുവൻ ഹോസ്പിറ്റലിൽ ഫേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? ഫുൾ പോയിന്റ് പഠിക്കാന്ന് വെച്ചാൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അല്ലല്ലോ, നിങ്ങൾ ഓരോ പോയിന്റുകളും മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, താഴെ തന്നിരിക്കുന്നതിന് ഒരു ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫംഗ്ഷൻസിൽ ഉൾപ്പെടുന്നത് ഏതാണ് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ നിങ്ങൾ പോയിന്റുകൾ വായിക്കുമ്പോൾ മനസ്സിലാവണം.
അത്രയും വേണ്ടു. അതിന്റെ അർത്ഥമൊക്കെ ഒന്ന് മനസ്സിലാക്കി എന്താണ് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ചെയ്ത് വെച്ചാൽ മതി. അല്ലാണ്ടത് ഡിസ്ക്രിപ്റ്റീവ് ഒന്നും അല്ലല്ലോ, കാണാപ്പാടം ഒന്നും പഠിച്ചു വെക്കേണ്ട. ഒരു പോയിന്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആക്കി മനസ്സിലാക്കി വെക്കാം. അത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫംഗ്ഷൻ ആണെന്നും മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ബാക്കി എല്ലാ പോയിന്റ്സും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. ഹോസ്പിറ്റൽ ഫോർമുലറി. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഫോർമുലറിയെ പറ്റി പറഞ്ഞു. സോ ഹോസ്പിറ്റൽ ഫോർമുലറിയെ പറ്റി നമുക്ക് നോക്കാം കേട്ടോ. എന്താണ് ഫോർമുലറി എന്ന് മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയാണ്, ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ ഉപയോഗിക്കുന്നതിനായിട്ട് അംഗീകരിച്ചിട്ടുള്ള മരുന്നുകളുടെയും ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെയും ഒരു ലിസ്റ്റാണ് എന്ത് പറയുന്ന ഫോർമുലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഫോർമുലറിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതൊന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്: നോ ഹോസ്പിറ്റൽ ഫാർമസി can perhaps stop every medication that its concerned doctor may want to prescribe for their patients who are hospitalized. അതായത് അവിടെ ഉദ്ദേശിച്ചത് നമ്മളിപ്പോ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ മരുന്നുകളും ഒരുപക്ഷെ ഫാർമസിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ക്ലിയർ ആയി പറഞ്ഞത്? അതൊരു ട്രൂത്താണ് അല്ലെ. ഒരു ഡോക്ടർ ഇവരുടെ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ട പേഷ്യൻസ് ഉണ്ട്, അവർക്ക് കൊടുക്കാനായിട്ട് ഡോക്ടർ ഉദ്ദേശിക്കുന്ന എല്ലാ മരുന്നുകളും, കുറെ മരുന്നുകളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ എല്ലാ മരുന്നുകളും ഒരു പക്ഷെ ഫാർമസിയിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, സ്റ്റോക്ക് ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരും. ഓക്കെ, പിന്നെന്താന്ന് വെച്ചാല് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് എ ലിസ്റ്റ് ഓഫ് ദ മെഡിക്കേഷൻസ് that the hospital pharmacy stocks along with the information about each medication. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലെ, ഈ പറഞ്ഞ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഈ കമ്മിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, അവര് ഈ ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്യുന്ന എല്ലാ മരുന്നുകളുടെയും ലിസ്റ്റ് ആരുടെ കൈവശം ഉണ്ടായിരിക്കും? ഈ പറയുന്ന കമ്മിറ്റിയുടെ കൈവശം ഉണ്ടായിരിക്കും. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ അവരാണ് ഈ ഫോർമുലറി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്യുന്ന ഓരോ മരുന്നുകൾ മാത്രമല്ല, ആ മരുന്നുകളുടെ ഓരോ ഇൻഫർമേഷൻസ് ഉൾപ്പെടെ, വിവരങ്ങൾ ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും ആരുടെ കൈവശം ഉണ്ടായിരിക്കും? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ കൈവശം ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ മാത്രമല്ല, ദ കമ്മിറ്റി ദാറ്റ് കളക്ട്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഹോസ്പിറ്റൽ ഫോർമുലറി meets regularly to make the changes as necessary. അതുകൂടാതെ ഈ കമ്മിറ്റി എന്ത് ചെയ്യുന്നറിയോ? ഹോസ്പിറ്റൽ ഫോർമുലറിയെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുക മാത്രമല്ല, ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് ഡെയിലി അവർ എന്ത് ചെയ്യുന്നുണ്ട്? മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? നമുക്കറിയാം പുതിയ മരുന്നുകൾ അല്ലെ, പുതിയ മെഡിസിൻസുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. നമ്മളിപ്പോ ഒത്തിരി റിസർച്ചും കാര്യങ്ങളൊക്കെ വരുമ്പോ പഴയ ചില മരുന്നുകൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? വേണ്ടാന്ന് വെക്കേണ്ടി വരും. ചില പുതിയ മരുന്നുകൾ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മരുന്നുകൾ കണ്ടുപിടിക്കപ്പെടും. അപ്പൊ അതിനനുസരിച്ചുകൊണ്ട് അപ്ഡേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഈ ആവശ്യത്തിന് മാറ്റങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കമ്മിറ്റി ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്? മീറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അവർ മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ ഫോർമുലറിയെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസ് അവരുടെ എന്തായിരിക്കും? അപ് ടു ഡേറ്റ് ആയിരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഡെയിലി അവർ എന്ത് ചെയ്യുന്നുണ്ടാവും? മീറ്റിങ്ങുകളും മറ്റും അവര് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ അത്രയും കണ്ടിങ് ആയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ടാവുക? മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഈ രണ്ട് പോയിന്റുകൾ മനസ്സിലായോ? നിങ്ങൾക്ക് എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്? അതായത് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് അവരുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ മരുന്നുകളും ഫാർമസിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ കമ്മിറ്റിയുടെ കയ്യില് ആ ഒരു ഫാർമസിയിലുള്ള സ്റ്റോക്ക് ചെയ്തിട്ടുള്ള എല്ലാ മരുന്നുകളുടെയും ഓരോ എന്താ പറയാ വിവരങ്ങൾ, ഓരോ മരുന്നുകളുടെയും ഇൻഫർമേഷൻസ് ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും ആരുടെ കയ്യിലുണ്ടായിരിക്കും? കമ്മിറ്റിയുടെ കൈവശം ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് കമ്മിറ്റി എന്ത് ചെയ്യുന്നുണ്ടാവും? ഡെയിലി അവർ മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യും. എന്ന് വെച്ചാൽ ഈ പുതിയ മരുന്നുകളൊക്കെ കണ്ടുപിടിക്കപ്പെടുമല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ഡെയിലി അവർ എന്ത് ചെയ്യുന്നുണ്ട്? മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. ഇനിയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അവസാനത്തെ രണ്ട് പോയിന്റ് പറയുന്നത് ഈ ഒരു ഡ്രഗ് ഫോർമുലറി കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആണ് പറയുന്നത് കേട്ടോ. നിങ്ങളിപ്പോ ഫോർമുലറി എന്താണെന്ന് മനസ്സിലായി, അതിനെന്തെങ്കിലും പ്രയോജനങ്ങളുണ്ടോ? പ്രയോജനമുണ്ട്. അതിനെ പറ്റിയിട്ടാണ് അടുത്ത രണ്ട് പോയിന്റുകൾ പറയുന്നത് കേട്ടോ. തേർഡ് പോയിന്റ് ശ്രദ്ധിക്കുക. ഡോക്ടേഴ്സ് യൂസ് ദ ഫോർമുലറി ടു ഫൈൻഡ് ഔട്ട് which medications the hospital has available to treat a given symptom or condition.
ഓക്കെ, എന്താണ് അവിടെ പറയുന്നത്? അതായത് ഈ ഒരു ഡ്രഗ് ഫോർമുലറി കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആണ് നമ്മൾ പറയുന്നത്, പ്രയോജനം എന്താണെന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഒരു അസുഖം അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു രോഗലക്ഷണങ്ങളായിട്ട് ഒരു പേഷ്യന്റ് ഡോക്ടറെ സമീപിക്കുന്ന സമയത്ത് ആ ഒരു പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഏതൊക്കെ മരുന്നുകളാണ് ആ ഫാർമസിയിൽ ലഭ്യമായിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന ഡ്രഗ് ഫോർമുലറിയാണ്. മനസ്സിലായോ പറഞ്ഞത്? എന്തെങ്കിലും രോഗലക്ഷണങ്ങളായിട്ട് ഒരു പേഷ്യന്റ് ഡോക്ടറിനെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ആ രോഗിക്കായിട്ട് ഏതെല്ലാം മരുന്നുകളാണ് ആ ഫാർമസിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് കണ്ടെത്താനായിട്ട് ഡോക്ടറിനെ സഹായിക്കുന്നത് എന്താണ്? ഈ ഡ്രഗ് ഫോർമുലറിയാണ്. അപ്പൊ ഈ ഫോർമുലറി നോക്കിക്കൊണ്ടാണ് ഡോക്ടർ അവർക്കനുസരിച്ചുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഡോക്ടർ ഒരു മരുന്ന് എഴുതി, ആ മരുന്ന് എവിടെ ഉണ്ടോ എന്ന് അറിയണം, ഫാർമസിയിൽ അവൈലബിൾ ആണെന്ന് അറിയണം അല്ലെ. അതുകൊണ്ടാണ് തുടക്കം പറഞ്ഞത് ഡോക്ടർ എഴുതാൻ ഉദ്ദേശിക്കുന്ന എല്ലാ മരുന്നുകളും ഒരു പക്ഷേ ഉണ്ടാവില്ല, ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഫോർമുലറി ഡോക്ടറുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ, ഒരു ഗൈഡ് എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ഡോക്ടർക്ക് അറിയാൻ പറ്റും ഏതൊക്കെ മരുന്നുകളാണ് ഫാർമസിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ച് കൊണ്ട് ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യന്റിന് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആണല്ലോ. അത് മാത്രമല്ല, they also checking to ensure that they do not prescribe medications that can cause the perilous interactions with the other medications. കേട്ടോ, അതായത് പെരിലസ് എന്ന് പറഞ്ഞാൽ അപകടകരമായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്, ഡേഞ്ചറസ് എന്നുള്ള അർത്ഥമാണ്. പിന്നെ മറ്റൊരു കാര്യത്തിനും കൂടെ ഡോക്ടറിനെ സഹായിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? അതായത് നമ്മൾ മറ്റുള്ള മരുന്നുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് മൂലം അപകടങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും ഡോക്ടറെ സഹായിക്കുന്നത് ഈ ഒരു ഫോർമുലറിയാണ്. ഇപ്പൊ ചില മരുന്നുകൾ ഒരേ സമയം എടുക്കേണ്ട ചില മരുന്നുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും, കഴിച്ചു കഴിഞ്ഞാൽ പരസ്പരം ഇന്ററാക്ഷൻ നടക്കും. നമ്മുടെ ശരീരത്തിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ചില മരുന്നുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിപ്രവർത്തിച്ച് ചിലപ്പോൾ പേഷ്യന്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാകും. എന്തായാലും അലോപ്പതിക് മെഡിസിൻസുകളാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിൽ മരുന്ന് എഴുതി തരുമ്പോൾ നമ്മളോട് പറയുന്നത് ഇത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് ഭക്ഷണശേഷം ഇത്ര സമയം കഴിഞ്ഞിട്ട് കഴിക്കുന്നത്. അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ട്. കാര്യം ചില മരുന്നുകൾ പരസ്പരം എന്ത് ചെയ്യും, ഇന്ററാക്ട് ചെയ്യും. അപ്പൊ ഇന്ററാക്ട് ചെയ്തിട്ട് മറ്റു പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ ഒന്നും എഴുതുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും ഡോക്ടറെ സഹായിക്കുന്നത് ഈ പറയുന്ന ഡ്രഗ് ഫോർമുലറിയാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ അതൊരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, എന്താണ് ഞാൻ പറഞ്ഞതിന്റെ അത്രയേ ഉള്ളൂ. ഒരു രോഗം അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളുമായിട്ട് പേഷ്യന്റ് വരുന്ന സമയത്ത് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഏതൊക്കെ മരുന്നുകളാണ് ആ ഫാർമസിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ ഡോക്ടർ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റുള്ള മരുന്നുകളുമായിട്ടുള്ള പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകൾ എഴുതണില്ല എന്ന് ഉറപ്പുവരുത്താനും ഡോക്ടറെ സഹായിക്കുന്നത് ഈ പറയുന്ന ഡ്രഗ് ഫോർമുലറിയാണ് കേട്ടോ. ഓക്കെ, അതൊരു അഡ്വാൻറ്റേജ് ആണ്. അടുത്ത പോയിന്റ് നോക്കിയേ. The committee select the medications based on their effectiveness, their cost, and the need for them at each particular hospital. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാമല്ലോ. നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു കമ്മിറ്റിയാണ് ഡ്രഗ് ഫോർമുലറി തയ്യാറാക്കണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഈ ഫോർമുലറിലേക്ക് മരുന്നുകൾ ആഡ് ചെയ്യുന്നതും പല മരുന്നുകൾ ഡിലീറ്റ് ചെയ്യുന്നതും വേണ്ടാന്ന് വെക്കുന്നതും ഒക്കെ കമ്മിറ്റിയാണ്. അപ്പോ ഈ കമ്മിറ്റി എന്തിന്റെയൊക്കെ ബേസിലാണ് മരുന്നുകളെ സെലക്ട് ചെയ്യുന്നത്? അത് വേണമെങ്കിൽ ചോദിക്കാം. എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്? ഒന്ന്, ബേസ്ഡ് ഓൺ ദർ ഇഫക്റ്റീവ്നെസ്, അതായത് ഓരോ മരുന്നുകളുടെയും ഫലപ്രാപ്തി, എന്റെ ഇഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ട്. ഡയർ കോസ്റ്റ്, ഓരോ മരുന്നുകളുടെയും വില എത്രയാണ്. പക്ഷേ വേറൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. എന്നുവെച്ചാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയുള്ള മരുന്നുകളാണ് ലഭ്യമാക്കിയത്. എന്നുവെച്ചാൽ ഒരുപാട് വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള മരുന്നുകൾ കൊണ്ടുവച്ചാൽ സാധാരണക്കാർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് കോസ്റ്റ്, പിന്നെ അതിന്റെ ഇഫക്റ്റീവ്നെസ്, ആ ഓരോ മരുന്നുകൾ എത്രത്തോളം ഫലപ്രാപ്തി കൊടുക്കുന്നുണ്ട്, പിന്നെ അതിന്റെ കോസ്റ്റ്. മറ്റൊന്ന് എന്താണ്, നീഡ് ഫോർ ദ ഈച്ച് പെർട്ടിക്കുലർ ഹോസ്പിറ്റൽ. ആ ഒരു ഹോസ്പിറ്റൽ ആ മരുന്നിന് എത്രത്തോളം ആവശ്യകതയുണ്ട്, എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്. ഇങ്ങനെയുള്ള 3 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു കമ്മിറ്റി ഡ്രഗ് ഫോർമുലറിയിലേക്ക് മരുന്നുകളെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? അപ്പൊ മരുന്നുകളെ സെലക്ട് ചെയ്യുന്നത് 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഇതൊക്കെയാണ് 3 കാര്യങ്ങള്. ഒന്ന്, ഇഫക്റ്റീവ്നെസ്, ആ മരുന്നിന്റെ ഫലപ്രാപ്തി എത്രത്തോളം. ഒട്ടും ഫലപ്രാപ്തി ഇല്ലാത്തൊരു മരുന്ന് കൊണ്ട് ഫാർമസിയിൽ വെച്ചിട്ട് യാതൊരു കാര്യമില്ല അല്ലെ. അപ്പൊ ഇഫക്റ്റീവ്നെസ് നോക്കണം. പിന്നെ കോസ്റ്റ് അല്ലെ, സാധാരണക്കാർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിലുള്ള കോസ്റ്റ് ഉള്ളതാണ്, അത് ഒന്ന് നോക്കണം. പിന്നെ വന്നിട്ട് എന്താണ്, നീഡ് ഫോർ ദം, അതായത് ആ ഒരു ഹോസ്പിറ്റൽ ആ ഒരു പെർട്ടിക്കുലർ മരുന്നിന്
എത്രത്തോളം ഡിമാൻഡ് വരുന്നുണ്ട്. ഇപ്പൊ ഡിമാൻഡ് ഉള്ള മരുന്നുകളാണെങ്കിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ മതി. അതിന് വലിയ ഡിമാൻഡ് ഇല്ല, അധികം ആളുകൾ ഉപയോഗപ്പെടുത്താത്ത മരുന്നുകളാണെങ്കിൽ പിന്നെ അത് ആവശ്യമായിട്ട് ഫാർമസി കൊണ്ട് സ്റ്റോക്ക് ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഈ കമ്മറ്റിക് മരുന്നുകളെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ ആണോ? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ഭാഗത്തോട്ട് പോവാം, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം കേട്ടോ. അപ്പൊ ഈ ആദ്യത്തെ 2 പോയിന്റ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അവസാനത്തെ 2 പോയിന്റ് ഡ്രഗ് ഫോർമുലറിയുടെ എന്താ പറയാ അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞത് കേട്ടോ. ഡോക്ടർമാർക്ക് എങ്ങനെയൊക്കെ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അതുപോലെ സെലക്ട് ചെയ്യുന്നത് അത് പോയിന്റുകളാണ് കേട്ടോ. ഇഫക്റ്റീവ്നെസ്, കോസ്റ്റ് ആൻഡ് നീഡ് ഫോർ അല്ലെങ്കിൽ ഡിമാൻഡ് ഓഫ് ദാറ്റ് മെഡിസിൻ കേട്ടോ. ഈ 3 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് കമ്മിറ്റി മരുന്നുകളെ സെലക്ട് ചെയ്യുന്നത്. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇന്റന്റിങ് ഓഫ് ഡ്രഗ്സ് ആണ് കേട്ടോ. ഇന്റന്റിങ് ഓഫ് ഡ്രഗ്സ്. ഇന്റന്റിങ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇന്റന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു മരുന്നിന് വേണ്ടിയിട്ട് റിക്വസിഷൻ കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇന്റന്റിങ് എന്നാണ് പറയുക കേട്ടോ. ഇന്റന്റ് ചെയ്യുക. ഇന്റന്റിങ് മീൻസ് ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് റിക്വസ്റ്റിംഗ് ഫോർ ദ സപ്ലൈ ഓഫ് ഡ്രഗ്സ് കേട്ടോ. ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് റിക്വസിഷൻ ഫോർ ദ സപ്ലൈ ഓഫ് ഡ്രഗ്സ്. നമ്മൾ ഒരു മരുന്നുകൾ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു മരുന്ന് വാങ്ങണം, ഓക്കെ. അപ്പൊ നമ്മൾ ആ സപ്ലയറിനോട് എന്ത് ചെയ്യാൻ ഒരു റിക്വസിഷൻ കൊടുക്കണം. ഇന്ന മരുന്ന് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണം എന്നൊരു റിക്വസിഷൻ കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇന്റന്റിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുവെ നമ്മൾ എന്താ റിക്വസിഷൻ അല്ല പറയാം, ഇന്റന്റ് ചെയ്യാന്നാണ് പറയുന്നത്. നമുക്ക് ഇന്റന്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇന്റന്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഇസ് ദ റിക്വസിഷൻ ഫോർ ദ സപ്ലയർ. ആ മരുന്നിന് മേടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു റിക്വസിഷൻ കൊടുക്കുകയാണ് അവിടെ. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇന്റന്റിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അത്തരത്തില് എപ്പോഴും നമുക്ക് ഇന്ത്യൻ നമ്മൾ സപ്ലൈസിൽ നിന്ന് വാങ്ങുമ്പോഴാണ് അല്ലെ, നമുക്ക് വേണം മരുന്നുകൾ വേണം ഫാർമസിക്ക്. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് കൊടുക്കാണ്? റിക്വസിഷൻ കൊടുക്കാണ്. അതിനെയാണ് നമ്മൾ ഇന്റന്റിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇന്റന്റിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് റിക്വസിഷൻ ഫോർ ദ സപ്ലൈ ഓഫ് ഡ്രഗ്സ്. ഒരു മരുന്നുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റിക്വസിഷൻ കൊടുക്കാണ്. ആരോട് കൊടുക്കാണ്? ഈ പറയുന്ന കമ്പനികളോട്, സപ്ലൈസ് ഉണ്ടായിരിക്കുമല്ലോ, അവരോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്, ഇന്ന മരുന്നുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെടുന്ന ആ ഒരു റിക്വസിഷനെയാണ് ഇന്റന്റിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്റന്റിങ് ഓഫ് ഡ്രഗ്സിൽ പറയുന്ന എല്ലാ പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കണം. ചുരുക്കി പറഞ്ഞാല് മരുന്നുകൾ പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അത് എന്തൊക്കെയാ നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. The hospital must have a clear hospital formulary that may contain 250 to 300 drugs. 250 to 300 drugs എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് പറയുന്നത്? ഏതൊരു ഹോസ്പിറ്റലിലും 250 തൊട്ട് 300 മരുന്നുകൾ അടങ്ങുന്ന ഒരു വ്യക്തമായിട്ടുള്ള ഹോസ്പിറ്റൽ ഫോർമുലറി എന്തിനുണ്ടായിരിക്കണം? ഒരു ഹോസ്പിറ്റലിന് ഉണ്ടായിരിക്കണം. ഫോർമുലറി എന്താണെന്ന് അറിയാലോ? ഇറ്റ് ഇസ് ദ ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് ആണ് അല്ലെ, മരുന്നുകളാണ്. അപ്പൊ കുറഞ്ഞത് ഏതൊരു ഹോസ്പിറ്റൽ എടുത്താലും ഏകദേശം ഒരു 250 തൊട്ട് 300 മരുന്നുകൾ അടങ്ങുന്ന ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി ഏതൊരു ഹോസ്പിറ്റലിലെ ഫാർമസിയിലും നിർബന്ധമായിട്ട് എന്താണ് ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. എ ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് എ ഹോസ്പിറ്റൽ ഫോർമുലറി ദാറ്റ് മേ കണ്ടെയ്ൻ ഡാഷ് ഡ്രഗ്സ്. എത്രയാണ് അവർ പറയുന്നത്? ഏകദേശം ഒരു 250 തൊട്ട് 300 മരുന്നുകൾ അടങ്ങുന്ന ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി ഉണ്ടായിരിക്കുന്നത്. ഒരു മിനിറ്റ്.
നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 250 തൊട്ട് 300 മരുന്നുകൾ അടങ്ങുന്ന ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി എവിടെ ഉണ്ടായിരിക്കണം? ഫാർമസിയിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന് ഉണ്ടായിരിക്കണം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അടുത്ത പോയിന്റ് ഇതാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഡ്രഗ് ടു ബി ഇന്റൻഡഡ് കീപ്പിംഗ് ദ സേഫ്റ്റി സ്റ്റോക്ക് ഇൻ മൈൻഡ്. എന്താണ് പറയുന്നത്? ഡ്രഗ് ടു ബി ഇന്റൻഡഡ് കീപ്പിംഗ് സേഫ്റ്റി സ്റ്റോക്ക് ഇൻ മൈൻഡ്. അതായത് ഒരു സേഫ്റ്റി സ്റ്റോക്ക് എപ്പോഴും നമ്മൾ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ മരുന്നുകൾക്ക് വേണ്ടിയിട്ടുള്ള റിക്വസിഷൻ കൊടുക്കാനായിട്ട്. ഇന്റൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ റിക്വസിഷൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അതായത് നമ്മളൊരു സേഫ്റ്റി സ്റ്റോക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. സേഫ്റ്റി സ്റ്റോക്ക് കണക്കിൽ എടുത്തുകൊണ്ട് വേണം നമ്മൾ എന്ത് കൊടുക്കാൻ? മരുന്നിനുള്ള ആ ഒരു റിക്വസിഷൻ, മരുന്ന് വാങ്ങുന്നതിനുള്ള റിക്വസിഷൻ കൊടുക്കാൻ. എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ ഫാർമസി, അതിനടുത്ത് ഒരു പെർട്ടിക്കുലർ ഡ്രഗ് ഏതെങ്കിലും ആവട്ടെ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡ്രഗ് അതൊരു 1000 യൂണിറ്റ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. ഓക്കെ, 1000 യൂണിറ്റ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. ഈ മരുന്ന് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡിമാൻഡുള്ള മരുന്നാണ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലില് കൂടുതൽ ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു മരുന്നാണ്, അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു മരുന്നാണെന്ന് ഇരിക്കട്ടെ. ആ ഒരു മരുന്ന് 1000 യൂണിറ്റ് ആ ഫാർമസിയിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഇത് ഡിമാൻഡുള്ള മരുന്നാണ്, ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്, പല ആളുകൾക്കായിട്ടും പ്രിസ്ക്രൈബ് ചെയ്ത് പോകുന്ന മരുന്നാണ്. അപ്പൊ അത് 1000 യൂണിറ്റ് പിന്നീട് അത് 750 യൂണിറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് 750 ഒരു 600 യൂണിറ്റിലോട്ട് മാറുന്നു. അപ്പൊ എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ല, അതൊരു സേഫ്റ്റി സ്റ്റോക്ക് ആണ്. ഇനി 600 യൂണിറ്റ് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് താഴും തോറും 500 യൂണിറ്റ് 450 യൂണിറ്റ് എന്ന് പറയുമ്പോൾ അത് സേഫ്റ്റി സ്റ്റോക്ക് അല്ല. കാര്യം എന്താണ്? അതൊരു സേഫ്റ്റി എന്താണ് ചോദിച്ചത്? എന്താണ് ലക്ഷ്മി മെസ്സേജ് ഇട്ടത്? വേറെ എന്തെങ്കിലും കാര്യങ്ങളാണോ ചോദിച്ചത്? ഓക്കെ ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഒരു 1000 യൂണിറ്റ് അതൊക്കെ 750 യൂണിറ്റ് ആയി, 600 യൂണിറ്റ് ആയി. ഈ 600 യൂണിറ്റ് ആവുമ്പോ തന്നെ നമ്മൾ ആ ഒരു മരുന്നിന് വേണ്ടിയിട്ടുള്ള റിക്വസിഷൻ നമ്മൾ കൊടുക്കണം. കാര്യം എന്താണെന്നറിയാമോ? അത് അത്യാവശ്യം ഡിമാൻഡുള്ള മരുന്നാണ്. നമ്മൾ വിചാരിക്കും 600 യൂണിറ്റ് ഉണ്ടല്ലോ, ഇപ്പൊ എന്തെങ്കിലും കൊടുക്കണ്ട, പിന്നെ കുറച്ചുകൂടെ കുറയട്ടെ, 500 ആയി, അതിനൊരു 400 ആയി, 300 ആയി വരുമ്പോഴേക്കും എന്താണ്? ആ സേഫ്റ്റി സ്റ്റോക്ക് അവിടെ പോവാണ് അല്ലെ. എപ്പോഴും നമ്മളൊരു സേഫ്റ്റി സ്റ്റോക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ ആ മരുന്നിന് വേണ്ടിയിട്ടുള്ള റിക്വസിഷൻ നമ്മൾ കൊടുത്തിരിക്കണം. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളൊരു മരുന്നിന് റിക്വസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ മരുന്ന് കിട്ടണമെന്നില്ല. നമ്മുടെ റിക്വസിഷൻ പോയി അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് മരുന്നുകൾ എത്താനും, മരുന്നുകൾ എത്തിയ ഉടനെ തന്നെ നമുക്കത് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റില്ല. അതിന്റെ ക്വാളിറ്റി ടെസ്റ്റിങ്ങും മറ്റുമൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് ആ ഒരു മരുന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതൊക്കെ അത്രയും സമയമൊക്കെ നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ എപ്പോഴും സേഫ്റ്റി സ്റ്റോക്ക് കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ ആ മരുന്നിനുള്ള റിക്വസിഷൻ കൊടുക്കാനായിട്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഡ്രഗ് ടു ബി ഇന്റൻഡഡ് കീപ്പിംഗ് ദ സേഫ്റ്റി സ്റ്റോക്ക് ഇൻ മൈൻഡ്. ഓക്കെ ആണോ? പറഞ്ഞ കാര്യം മനസ്സിലാക്കിയോ? ഓക്കെ, അടുത്തത് കേട്ടോ. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഷുഡ് ബി ഫോളോഡ് ടു ത്വാർട്ട് ഓവർ സ്റ്റോക്കിംഗ് ഓഫ് തെഫ്റ്റ്. ഒന്ന് ശ്രദ്ധിക്കാം. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ദാറ്റ് ഷുഡ് ബി ഫോളോഡ് ടു ത്വാർട്ട് ഓവർ സ്റ്റോക്കിംഗ് ഓഫ് തെഫ്റ്റ്. ത്വാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ത്വാർട്ട് മീൻസ് ഒഴിവാക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അത് തന്നെ എന്താണ് കേട്ടോ? കറക്റ്റ് ആണ് കേട്ടോ നീതു. ത്വാർട്ട് മീൻസ് തടയുക, പ്രിവെന്റ് ചെയ്യുക എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പൊ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അതൊന്ന് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് ഇതിന്റെ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ കുറെ കൂടി ഇത് ഡിസ്കസ് ചെയ്യാം. എന്തായാലും നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കാം. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അഥവാ EOQ എന്നാണ് നമ്മൾ അതിന് ഷോർട്ട് ചെയ്ത് പറയാം കേട്ടോ. ഇങ്ങനെയുള്ള എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്തിരിക്കണം? ഫോളോ ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ടു ത്വാർട്ട് ഓവർ സ്റ്റോക്കിംഗ് ഓഫ് തെഫ്റ്റ്. അതായത് ഓവർ സ്റ്റോക്കിംഗ് മൂലം ഉണ്ടാകുന്ന കളവുകൾ അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട്, തടയുന്നതിന് വേണ്ടിയിട്ട് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു ഐഡിയ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? ഫോളോ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് മനസ്സിലാവണം. അത് നമുക്ക് ലാസ്റ്റ് പറയാം കേട്ടോ. എന്തായാലും ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ആ ഒരു കൺസെപ്റ്റ് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം. ഇതിന് വേണ്ടിയിട്ടാണ് ടു പ്രിവെന്റ് ദ ഓവർ സ്റ്റോക്കിംഗ് ഓഫ് തെഫ്റ്റ്. അതായത് മരുന്നുകൾ നമ്മൾ ഓവർ ആയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഒന്ന് ആലോചിച്ച്, ഓവർ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ തെഫ്റ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ആളുകളാണ്, മനുഷ്യരാണ് അല്ലെ. അപ്പൊ ഓവർ സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്നിട്ട് ആളുകൾ ചിലപ്പോൾ തെഫ്റ്റ് വരാനുള്ള, കളവ് വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്.
അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ഈ പറയുന്ന കൺസെപ്റ്റ് അവിടെ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യും. ഓക്കെ, അതെന്താന്ന് പറയാം കേട്ടോ. നോൺ ഓർഡർ ക്വാണ്ടിറ്റി എന്താന്ന് നമുക്ക് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്. ഓർഡർ ടു ബി ഇഷ്യൂഡ് ആസ് സൂൺ ആസ് ദ ക്രിട്ടിക്കൽ ലെവൽ ഇസ് റീച്ച്ഡ്. അത് നമ്മൾ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞില്ലേ, അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. ഓർഡർ ടു ബി ഇഷ്യൂഡ് ആസ് സൂൺ ആസ് ദ ക്രിട്ടിക്കൽ ലെവൽ ഇസ് റീച്ച്ഡ്. അതായത് ഒരു ക്രിട്ടിക്കൽ ലെവൽ എത്തുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ എന്ത് കൊടുക്കണം? ഓർഡർ കൊടുക്കണം അല്ലെ. നേരത്തെ പറഞ്ഞില്ലേ, സേഫ്റ്റി സ്റ്റോക്ക് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഓർഡർ കൊടുക്കണം എന്ന് പറഞ്ഞില്ല. അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്രിട്ടിക്കൽ ലെവലിലോട്ട് താഴാൻ നിൽക്കരുത്. അതിനു മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഓർഡർ കൊടുത്തിരിക്കണം. ഓർഡർ നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കണം. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്. ഇൻ കേസ് ഓഫ് ഡ്രഗ്സ് ഇമ്പോർട്ടഡ് ആംപിൾ ലീഡ് ടൈം ടു ബി ഗിവൻ. ഇൻ കേസ് ഓഫ് ഡ്രഗ്സ് ഇമ്പോർട്ടഡ് ആംപിൾ ലീഡ് ടൈം ടു ബി ഗിവൻ. ഇനി ചില മരുന്നുകൾ ഇമ്പോർട്ട് ചെയ്യുന്ന മരുന്നുകൾ ഉണ്ടാവും. എന്നുവെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം മരുന്നുകളൊക്കെ നമ്മൾ ഓർഡർ കൊടുക്കുന്ന സമയത്ത് ആംപിൾ ലീഡ് ടൈം ടു ബി ഗിവൻ, ആവശ്യത്തിനുള്ള സമയം നമ്മൾ കൊടുക്കണമെന്നാണ് പറയുന്നത്. കാര്യം ഇമ്പോർട്ട് ചെയ്യുന്ന മരുന്നുകളാണ്. അത് ഇമ്പോർട്ട് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ട് അത്യാവശ്യം സമയം എടുക്കും അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള സമയം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം എന്ത് കൊടുക്കാനായിട്ട്? ഓർഡർ കൊടുക്കാനായിട്ട്. അതാണ് അവിടെ പറയുന്നത്. ആംപിൾ ലീഡ് ടൈം എന്ന് വെച്ചാൽ ആവശ്യത്തിനനുസരിച്ചുള്ള സമയം എടുക്കണം നമ്മൾ. അത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓർഡർ കൊടുക്കാനായിട്ട് കേട്ടോ. പിന്നെ വരുന്നത് റെസിപ്റ്റ് ഓഫ് ഡ്രഗ്സ് ആണ്. ദാറ്റ് മീൻസ് കീപ് ദ റെസിപ്റ്റ് ഓഫ് ഡ്രഗ്സ് കേട്ടോ. മരുന്നുകളുടെ ഈ മരുന്നുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട റെസിപ്റ്റുകൾ, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതും അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. മരുന്നുകളുടെ ഇടപാടുകളൊക്കെ നമ്മൾ നടത്തുമ്പോൾ അതിന്റെ റെസിപ്റ്റുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കീപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്. ഓൾ ഡ്രഗ്സ് റിസീവ്ഡ് മസ്റ്റ് ബി ചെക്ക്ഡ്, വെയ്ഡ്, ബാച്ച് നമ്പർ, ക്വാണ്ടിറ്റി ആൻഡ് ഡേറ്റ് ഓഫ് എക്സ്പയറി. ഇനി നമ്മൾ അങ്ങനെ പർച്ചേസ് നമ്മൾ ഓർഡർ കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്തു. അങ്ങനെ നമ്മൾ സ്വീകരിക്കുന്ന എല്ലാ മരുന്നുകളും കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം അല്ലെ. കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. വെയ്ഡ് അല്ലെ, അതിന്റെ വെയിറ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കണം. ബാച്ച് നമ്പർ അല്ലെ, ഓരോ മരുന്നുകളുടെയും ബാച്ച് നമ്പർ, ക്വാണ്ടിറ്റി അളവ് അല്ലെ, പറഞ്ഞ കണ്ടന്റുകൾ ശരിയായ അളവിലൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. ദെൻ ഡേറ്റ് ഓഫ് എക്സ്പയറി അല്ലെ, എക്സ്പയറി ഡേറ്റും കൂടെ നമ്മൾ നോക്കണം. അത് ബാച്ച് നമ്പറിനനുസരിച്ചിരിക്കും അല്ലെ. എക്സ്പയറി ഡേറ്റ് എപ്പോഴാണ്, അതിന്റെ എക്സ്പയറി ഡേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അല്ലാണ്ട് നമ്മൾ വരുന്ന അങ്ങനെ തന്നെ എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ വെയിറ്റും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എക്സ്പയറി ഡേറ്റും ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമ്മളത് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് കൊടുക്കുള്ളൂ. ഓക്കെ, അടുത്ത പോയിന്റ് ഇതാണ്. റാൻഡം സാമ്പിൾസ് ഓഫ് ഈച്ച് ബാച്ച് സാമ്പിൾ ഹാസ് ടു ബി സെൻഡ് ടു ദ ലാബ് ഫോർ ദ ക്വാളിറ്റി ടെസ്റ്റിംഗ്. എന്താണ് പറയുന്നത്? റാൻഡം സാമ്പിൾസ് ഓഫ് ഈച്ച് ബാച്ച് സാമ്പിൾ ഹാസ് ടു ബി സെൻഡ് ടു ദ ലാബ് ഫോർ ദ ക്വാളിറ്റി ടെസ്റ്റ്. നമ്മളിപ്പോ മരുന്നുകൾ പർച്ചേസ് ചെയ്യുമല്ലോ. മരുന്നുകൾ വരുമ്പോ ഓരോ ബാച്ചുകളായിട്ട് മരുന്നുകൾ വരുമ്പോ ഓരോ ബാച്ചിൽ നിന്ന് നമ്മൾ റാൻഡം ആയിട്ട് കുറച്ച് മരുന്നുകൾ എടുത്ത് എന്തിനയക്കണം? ലാബ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അയക്കണം. ഇതിന് വേണ്ടിയിട്ട് ഫോർ ക്വാളിറ്റി ടെസ്റ്റിംഗ് അല്ലെ, ക്വാളിറ്റി ടെസ്റ്റിങ്ങിനായിട്ട് റാൻഡം സാമ്പിൾസ് എടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ അന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. വരുന്ന ബാച്ചിന് നമ്മൾ റാൻഡം ആയിട്ട് പെട്ടെന്ന് തന്നെ കുറച്ചധികം സാമ്പിൾസ് എടുത്തിട്ട് ഉടനെ നമ്മൾ ലാബിലോട്ട് അത് ചെക്കിങ്ങിന് വേണ്ടി അയക്കുന്നു കേട്ടോ. ക്വാളിറ്റി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്തത്. ഇൻ കേസ് ഓഫ് എനി ഡൗട്ട് ഓഫ് സബ്സ്റ്റാൻഡേർഡ് ദ ഡ്രഗ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ആഫ്റ്റർ ദ ലാബ് ടെസ്റ്റ് കേട്ടോ. എന്താണ്? ഇൻ കേസ് ഓഫ് എനി ഡൗട്ട് ഓഫ് സബ്സ്റ്റാൻഡേർഡ് ഡ്രഗ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ആഫ്റ്റർ ദ ലാബ് ടെസ്റ്റ്. ഇനി ഈ വരുന്ന മരുന്നുകളിൽ ഏതെങ്കിലും മരുന്നുകൾ നിലവാരം കുറഞ്ഞതായിട്ട് സംശയിക്കുന്നുണ്ടെങ്കിൽ അത്തരം മരുന്നുകളെ ലാബ് ടെസ്റ്റിന് ശേഷം മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, നമുക്കിപ്പോ എന്തെങ്കിലും അതില് സബ്സ്റ്റാൻഡേർഡ് ആയിട്ട് നിലവാരം കുറഞ്ഞതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മളത് ഉപയോഗിക്കരുത്. പകരം ലാബ് ടെസ്റ്റിന് അയക്കണം. ലാബ് ടെസ്റ്റ് വന്നതിന് ശേഷം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മളത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഇത്രയും പോയിന്റുകൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇത്രയും പോയിന്റുകൾ ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഇല്ലേ, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, അതെന്താണെന്നാണ് പറയുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അഥവാ EOQ അണ്ടർലൈൻ ചെയ്യാട്ടോ. EOQന്റെ ഫുൾ ഫോം നിങ്ങളോട് ചോദിക്കാം. അപ്പൊ നിങ്ങൾ പറയണം എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നാണ് കേട്ടോ.
എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി EOQ is the number of units that a company should add to the inventory with each order to minimize the total cost of an inventory, such as the holding cost, order cost, and the shortage cost. നിങ്ങളുടെ വായിക്കാം, മനസ്സിലായിട്ടുണ്ടാവില്ല. Economic order quantity is the number of units that a company should add to the inventory with each order to minimize the total cost of inventory, such as the holding cost, order cost, and the shortage cost. വലിയൊരു സെന്റൻസ് ആയിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് വായിക്കുമ്പോൾ കുറച്ച് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാന്നറിയാമോ? ശ്രദ്ധിച്ച് കേൾക്കാം. ഒപ്റ്റിമം ക്വാണ്ടിറ്റി, ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഒപ്റ്റിമം ക്വാണ്ടിറ്റി വിച്ച് മിനിമൈസസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എൻ ഇൻവെന്ററി, ദാറ്റ് ഈസ് കോൾഡ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. എന്നോട് പറയാം, ഒപ്റ്റിമം ക്വാണ്ടിറ്റി. ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ എന്താണ്? മിതമായത് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഒപ്റ്റിമം ക്വാണ്ടിറ്റി വിച്ച് മിനിമൈസസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എൻ ഇൻവെന്ററി. ഓക്കെ, എന്താണ് ഇൻവെന്ററി എന്ന് പറഞ്ഞാല്? സ്റ്റോക്ക് എന്നുള്ള അർത്ഥമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മൊത്തത്തിലുള്ള ചെലവുകള് കുറയ്ക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറയാം. അതായത് ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കാനായിട്ട്, മൊത്തത്തിലുള്ള ചെലവുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന ആ ഒരു ഒപ്റ്റിമം ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടാക്കാം. ഒരു എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഹോസ്പിറ്റലില് ഫാർമസി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ആ ഫാർമസിയില് ഒരു പെർട്ടിക്കുലർ ഡ്രഗ്, ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഡ്രഗ് ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം ഡിമാൻഡ് ഉള്ള മരുന്നാണെന്ന് ഇരിക്കട്ടെ. അത്യാവശ്യം ഡിമാൻഡ് ഉള്ള ഒരു മരുന്ന് ഏതെങ്കിലും ആവട്ടെ. ആ ഒരു മരുന്ന് 1000 യൂണിറ്റ് ആവശ്യമുണ്ടെന്ന് ഇരിക്കട്ടെ. ഓക്കെ, ആ ഒരു ഫാർമസിയില് ആ ഒരു മരുന്ന് 1000 യൂണിറ്റ് ആവശ്യമുണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പോ ഫാർമസി എന്ത് ചെയ്യാണ്? 1000 യൂണിറ്റിന് പകരം 1600 യൂണിറ്റ് എന്ത് ചെയ്യാണ്? ഓർഡർ ചെയ്യാണ്. ഓക്കെ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡ്രഗ്, ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, അത് അത്യാവശ്യം ഡിമാൻഡ് ഉള്ള മരുന്നാണ്. ആ ഒരു മരുന്ന് 1000 യൂണിറ്റ് ഹോസ്പിറ്റലിന് ആവശ്യമുണ്ട്, ഫാർമസിക്ക് ആവശ്യമുണ്ട്. ഇവരെന്ത് ചെയ്യാണ്? 1000 യൂണിറ്റിന് പകരം 1600 യൂണിറ്റ് അവിടെ എന്ത് ചെയ്യാണ്? സ്റ്റോക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോ ഇങ്ങനെ നമ്മൾ സ്റ്റോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കോസ്റ്റുകൾ അവിടെ നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ 1000 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ മരുന്ന് അത്യാവശ്യം ഡിമാൻഡ് ഉള്ള മരുന്നാണ് അല്ലെ. ഇതിപ്പോ ഈ മാസം മാത്രമല്ല, പിന്നത്തെ മാസവും അതിന്റെ പിന്നത്തെ മാസവും ഒക്കെ ആവശ്യമായിട്ട് വരുന്ന മരുന്നാണ്. അപ്പൊ 1000 യൂണിറ്റ് ഓർഡർ ചെയ്യുന്ന സ്ഥാനത്ത് ഒരു 1600 യൂണിറ്റ് ഓർഡർ ചെയ്തുകൊണ്ട് നമുക്ക് നല്ലതല്ലേ? ഈ മരുന്ന് അത്യാവശ്യം ഡിമാൻഡ് ഉള്ള മരുന്നാണ്. ഈ മാസം അല്ലെങ്കിൽ പിന്നത്തെ മാസം അതിന്റെ പിന്നത്തെ മാസം ഒക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ 1600 യൂണിറ്റ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഹോൾഡിംഗ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഹോൾഡ് ചെയ്യാന്ന് വെച്ചാൽ ഈ മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യാനുള്ള ഹോൾഡിംഗ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാല് 1000 യൂണിറ്റ് ഹോൾഡ് ചെയ്യാനും 1600 യൂണിറ്റ് മരുന്നുകൾ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഫാർമസിക്ക് ഉണ്ട്. ഓക്കെ, ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1600 യൂണിറ്റ് ഓർഡർ ചെയ്യുന്നതല്ലേ ലാഭം അല്ലെ? 1000 യൂണിറ്റിന്റെ സ്ഥാനത്ത് 1000 യൂണിറ്റ് മരുന്ന് എടുത്താലും 1600 യൂണിറ്റ് മരുന്ന് കൊണ്ടുവന്നാലും അത് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? ആ ഫാർമസിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ 1600 യൂണിറ്റ് ഓർഡർ ചെയ്യുന്നതല്ലേ ലാഭം. ഓക്കെ, അപ്പൊ അവിടെ ഹോൾഡിംഗ് കോസ്റ്റ് നമുക്ക് കുറച്ച് മിനിമൈസ് ചെയ്യാന്നല്ല, കുറച്ച് അധികം വരുന്നത് നമുക്ക് തടയാൻ പറ്റും അല്ലെ. ഹോൾഡിംഗ് കോസ്റ്റ് നമുക്ക് അവിടെ ചെറുതായിട്ടൊന്ന് മിനിമൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഓർഡറിംഗ് കോസ്റ്റ് കുറച്ചുകൂടെ, അതായത് ഇപ്പൊ ഒരു 4 തവണ ഓർഡർ ചെയ്ത് കൊടുത്ത് നമുക്ക് 3 തവണ ഓർഡർ ചെയ്താൽ മതി. ഓക്കെ, 1600 യൂണിറ്റ് ഓൾറെഡി നമ്മൾ ഓർഡർ ചെയ്ത് കയ്യിലിരിപ്പുണ്ട്. ഒരു 4 പ്രാവശ്യം ഓർഡർ ചെയ്ത സ്ഥാനത്ത് നമുക്ക് ഒരു 3 പ്രാവശ്യം ഓർഡർ ചെയ്താൽ മതി. അപ്പൊ ഓർഡറിംഗ് കോസ്റ്റ് അവിടെ കുറഞ്ഞില്ലേ? ഓക്കെ, ഓർഡറിംഗ് കോസ്റ്റ് കുറഞ്ഞു. പിന്നെന്താണ്? ഷോർട്ടേജ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാര്യം ചില മരുന്നുകള് ഷോർട്ടേജ് വരും, സ്റ്റോക്ക് ഔട്ട് ആയി പോകും, തീർന്നു പോകും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പെട്ടെന്ന് ഒരു എമർജൻസി മെഡിസിൻ ആണെന്ന് ഇരിക്കട്ടെ, അത് അത്യാവശ്യം വേണ്ട ഒരു മരുന്നാണ്, അത് സ്റ്റോക്ക് ഔട്ട് ആയെന്ന് വിചാരിക്കുക, തീർന്നു പോയിരിക്കുക. അങ്ങനെ വരുമ്പോൾ അത് ഷോർട്ടേജ് ആയി. അവിടെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാല് പിന്നെ നമ്മൾ അഡീഷണൽ പൈസ കൊടുത്തിട്ട് ഈ സംഭവം എത്തിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ഷോർട്ടേജ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ലേ? മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെ
ഹോൾഡിംഗ് കോസ്റ്റും ഓർഡർ കോസ്റ്റും ഷോർട്ടേജ് കോസ്റ്റും ഒക്കെ കുറയ്ക്കുന്നതിലൂടെ മൊത്തത്തിലുള്ള കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെ മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി സഹായിക്കാൻ നമ്മൾ 1000 യൂണിറ്റിന്റെ സ്ഥാനത്ത് എത്ര ഓർഡർ ചെയ്തു, 1600 യൂണിറ്റ് ആണ് ഓർഡർ ചെയ്തത് അല്ലെ. ആ 1600 യൂണിറ്റ് ആണിത് അവിടുത്തെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? ക്ലിയർ ആയോ ഞാൻ പറഞ്ഞ കാര്യം? ഓക്കെ ആണോ? അപ്പോ നമ്മള് ഹോൾഡിംഗ് കോസ്റ്റ് എങ്ങനെ കുറയാന്ന് വെച്ചാൽ അഡീഷണൽ വരുന്നില്ല നമുക്ക് അല്ലെ. ഇപ്പൊ നമ്മൾ ആലോചിച്ചു, ഒരു ക്ലാസ് റൂം അതിന് 100 പേർക്ക് ഇരിക്കാനുള്ള കപ്പാസിറ്റി ഒരു ക്ലാസ് റൂം ആണ്. അതിനകത്ത് ഒരു എന്താ പറയാ 30 പേരിരുന്നാലും 70 പേരിരുന്നാലും അതിന്റെ ഇലക്ട്രിസിറ്റി ബില്ല് സെയിം തന്നെയേ വരുള്ളൂ എന്നതുപോലെയാണ്. എന്ന് വെച്ചാൽ 1000 യൂണിറ്റ് ഓർഡർ ചെയ്യുന്നത് 1600 യൂണിറ്റ് ഓർഡർ ചെയ്താലും ആ 1600 യൂണിറ്റ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഫാർമസിക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും ലാഭം 1600 യൂണിറ്റ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അപ്പൊ ഹോൾഡിംഗ് കോസ്റ്റ് നമുക്ക് അധികം വരാതെ നോക്കാൻ പറ്റും. അതുപോലെ ഓർഡർ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. 4 തവണ ഓർഡർ ചെയ്യുന്നിടത്ത് 3 തവണ ഓർഡർ ചെയ്താൽ മതി. അത്രയും കോസ്റ്റ് നമുക്ക് അവിടെ കുറഞ്ഞു കിട്ടിയില്ലേ, ഷോർട്ടേജ് കോസ്റ്റ് കുറയും. അപ്പൊ ഇങ്ങനെ അതുപോലെ വേണമെങ്കിൽ ഒരു ഒരെണ്ണം കൂടെ പറയാം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ട്രാൻസ്പോർട്ടേഷൻ മരുന്ന് കൊണ്ടുവരുന്ന ആ വണ്ടിയിൽ അത്രയും കപ്പാസിറ്റി കൊള്ളുമെങ്കിൽ നമുക്ക് അത്രയും കൊണ്ടുവരില്ലേ നല്ലത്. അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ടി വരുന്ന കൂലി ഒന്ന് തന്നെയായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകൾ നമുക്ക് അവിടെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ടോട്ടൽ കോസ്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് സഹായിക്കുന്ന ആ ഒപ്റ്റിമം ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഒപ്റ്റിമം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത്? ആ വാക്കിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ മിതമായത് എന്നുള്ള അർത്ഥം. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചോദിക്കാം, അല്ല ഇപ്പൊ 1600 യൂണിറ്റ് ഓർഡർ ചെയ്തെടുത്താൽ പിന്നെ 2000 യൂണിറ്റ് ഓർഡർ ചെയ്തൂടെ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നാം. അപ്പോഴും പ്രശ്നമാണ്. നമ്മൾ 2000 യൂണിറ്റ് ആണ് ഓർഡർ ചെയ്തതെങ്കിൽ അത്രയും യൂണിറ്റ് സ്റ്റോർ ചെയ്യാനുള്ള ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ പിന്നെ നമുക്കത് ഓർഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഒപ്റ്റിമം ക്വാണ്ടിറ്റി, ഒരു മിതമായ ക്വാണ്ടിറ്റിയെ പറ്റുള്ളൂ. ഈ 1600 1700 ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറ്റില്ല, ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടെ വേണം അല്ലെ. അതുകൊണ്ടാണ് ആ വാക്കിൽ അങ്ങനെ പറഞ്ഞത് ഒപ്റ്റിമം ക്വാണ്ടിറ്റി വിച്ച് മിനിമൈസസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എൻ ഇൻവെന്ററി. ദാറ്റ് ഈസ് കോൾഡ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഞാൻ പറഞ്ഞ എക്സാമ്പിളിനകത്ത് 1600 ആണ് അവിടുത്തെ ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി അഥവാ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? മനസ്സിലായോ? എല്ലാവർക്കും ഓക്കെ ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അപ്പൊ നോക്കി, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച്, ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ദാറ്റ് ഷുഡ് ബി ഫോളോഡ് ടു ത്വാർട്ട് ഓവർ സ്റ്റോക്കിംഗ് ഓഫ് ദ അല്ലെ. ഇങ്ങനെയുള്ള ഓവർ സ്റ്റോക്കിംഗ് പ്രിവെന്റ് ചെയ്യാനായിട്ട്, ഓവർ സ്റ്റോക്കിംഗ് മൂലമുള്ള കളവുകള് അതൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൃത്യമായിട്ട് അവിടെ ഫോളോ ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ അണ്ടർ സ്റ്റോക്ക് ആവുന്നില്ല, ഓവർ സ്റ്റോക്ക് ആവുന്നില്ല, ഒരു മിതമായ നിരക്കില് നമ്മൾ എന്ത് ചെയ്യണം, ഫാർമസിയിൽ മരുന്നുകൾ സ്റ്റോർ ചെയ്യണം. ആ ഒരു കൺസെപ്റ്റ് ആയിരിക്കണം അവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ വരുന്നില്ല, മരുന്നിന് ഷോർട്ടേജും വരുന്നില്ല, ഓവർ സ്റ്റോക്ക് ആയതിന്റെ പേരില് കളവുകളോ കാര്യങ്ങളോ അതും വരും. അപ്പൊ ഒരു ഒപ്റ്റിമം ക്വാണ്ടിറ്റിയിൽ നിലനിർത്തി പോകുക എന്നുള്ളത് ഒരു ഫാർമസി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്രയുമാണ് ഇന്റന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകൾ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 250 തൊട്ട് 300 മരുന്നുകൾ അടങ്ങുന്ന ഒരു ഹോസ്പിറ്റൽ ഫോർമുലറി ഏതൊരു ഫാർമസിക്കും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ എന്താ പറഞ്ഞത്? എപ്പോഴും ഒരു സേഫ്റ്റി സ്റ്റോക്ക് മനസ്സിൽ കരുതണമെങ്കിൽ ഒരു സേഫ്റ്റി സ്റ്റോക്ക് കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ മരുന്നിനുള്ള എന്താ പറയാ റിക്വസിഷൻ അല്ലെങ്കിൽ ഒരു ഓർഡർ നമ്മൾ കൊടുക്കാനായിട്ട്. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, ക്രിട്ടിക്കൽ ലെവൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കണം. അതുപോലെ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഫോളോ ചെയ്തിരിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് ടു പ്രിവെന്റ് ദ ഓവർ സ്റ്റോക്കിംഗ് ഓർ തെഫ്റ്റ്. ഓക്കെ. പിന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന മരുന്നുകളാണെങ്കിൽ, പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യപ്പെടുന്ന മരുന്നുകളാണെങ്കിൽ അതിന് ആവശ്യത്തിനുള്ള സമയം നമ്മൾ കൊടുക്കണം. ഇമ്പോർട്ട് ചെയ്ത് വരണം, ട്രാൻസ്പോർട്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തണം, ടെസ്റ്റിങ്ങിനും മറ്റുമുള്ള ആ ഒരു ടൈം ഒക്കെ കൊടുക്കണം കേട്ടോ. പിന്നെ മരുന്നുകളുടെ ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെസിപ്റ്റുകളും അവിടെ കീപ്പ് ചെയ്തിരിക്കണം. വരുന്ന മരുന്നുകൾ കൃത്യമായിട്ട് വെയിറ്റ്, അതിന്റെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, അതിന്റെ ബാച്ച് നമ്പർ, എക്സ്പയറി ഡേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്, വരുന്ന ഓരോ ബാച്ചിൽ നിന്നും റാൻഡമായിട്ട് സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ട് ലാബ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചിരിക്കണം. ഇനി അതിനകത്ത് ഏതെങ്കിലും മരുന്നുകൾ സബ്സ്റ്റാൻഡേർഡ് ആയിട്ട്, നിലവാരം കുറഞ്ഞതായിട്ട് തോന്നുവാണെങ്കിൽ അത് കൃത്യമായിട്ട് ലാബ് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമം ക്വാണ്ടിറ്റി വിച്ച് മിനിമൈസസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് എൻ ഇൻവെന്ററി. ദാറ്റ് ഈസ് കോൾഡ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി.
ഓക്കെ, ക്ലിയർ. അടുത്തതെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. അടുത്തതാണ് റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് കേട്ടോ. ഒരു ഫാർമസിയുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡുകള്, രജിസ്റ്ററുകള് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കമ്മിറ്റിയുടെ ഫംഗ്ഷനിൽ പറഞ്ഞില്ലേ, ഫാർമസി സംബന്ധമായിട്ടുള്ള റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമുക്കറിയണം അല്ലെ, ഒരു ഫാർമസിയിൽ ഉപയോഗിക്കുന്ന റെക്കോർഡുകള്, രജിസ്റ്ററുകള് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് ജസ്റ്റ് നോക്കാം കേട്ടോ. ഒന്നാമത്തത് സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് കേട്ടോ. ഇതാണ് സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്. ലെഡ്ജർ എന്ന് പറഞ്ഞ കണക്ക് പുസ്തകം എന്നുള്ള അർത്ഥമേ ഉള്ളൂ കേട്ടോ. ലെഡ്ജർ എന്ന് പറഞ്ഞ കണക്ക് പുസ്തകം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്. ആ ഫാർമസിയിലുള്ള പലതരത്തിൽപ്പെട്ട ഡ്രഗ്സുകൾ ഉണ്ടായിരിക്കും, മരുന്നുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും അതിനെ സംബന്ധിക്കുന്ന റെക്കോർഡുകൾ ഉണ്ടായിരിക്കും. സ്റ്റോക്ക് ലെഡ്ജർ എന്നാണ് പറയുക കേട്ടോ. ആ ഫാർമസിയിലെ ഓരോ മരുന്നുകളും ഇത്രത്തോളം സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ ആ ഒരു കണക്കും കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന റെക്കോർഡുകൾ ഉണ്ടായിരിക്കും. അതാണ് സ്റ്റോക്ക് ലെഡ്ജർ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്. അടുത്ത വരുന്നത് ഇൻഡന്റ് ആൻഡ് റിസീപ്റ്റ് വൗച്ചർ. ഇൻഡന്റ് നമ്മളിപ്പോ പഠിച്ചില്ലേ, അതായത് നമ്മൾ ഈ പറയുന്ന മരുന്നുകൾ പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട റിക്വസിഷനും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഇൻഡന്റ് റെക്കോർഡുകളും റെസിപ്റ്റ് വൗച്ചറുകൾ, മരുന്ന് നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ അതായത് വലിയ വലിയ സപ്ലൈകളിൽ നിന്ന് മരുന്ന് പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട റെസിപ്റ്റുകൾ അല്ലെ, കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ടാണ്. ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കേട്ടോ. മരുന്നുകളുടെ പരിശോധനാ റിപ്പോർട്ട്. വരുന്ന മരുന്നുകള് നമ്മൾ പരിശോധനാ വിധേയമാക്കും എന്ന് നേരത്തെ പറഞ്ഞില്ലേ. ക്വാണ്ടിറ്റി, ക്വാളിറ്റി, എക്സ്പയറി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കണം. അത്തരത്തിലുള്ള ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കേട്ടോ, മരുന്നുകളുടെ പരിശോധനാ റിപ്പോർട്ടുകള്. പിന്നെ വരുന്നത് എന്താണ്? ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ബിൻ കാർഡ്സ് ആണ് കേട്ടോ. ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ബിൻ കാർഡ്സ്. ഇൻഡെക്സ് രജിസ്റ്റർ എന്താ? നമ്മളൊരു പുസ്തകത്തിന് ഇൻഡെക്സ് കാണാറില്ലേ? എന്താ ആ പുസ്തകത്തിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത് ആ ഇൻഡെക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ലേ? അതുപോലെ തന്നെയാണ് ഇൻഡെക്സ് രജിസ്റ്റർ. ആ ഫാർമസിയിൽ ഒരു ഇൻഡെക്സ് രജിസ്റ്റർ ഉണ്ടെങ്കിൽ ആ ഫാർമസിയിൽ ഏതൊക്കെ മരുന്നുകൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് ആ ഒരു ഇൻഡെക്സിലൂടെ കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഇൻഡെക്സ് രജിസ്റ്റർ. പിന്നെ വരുന്നത് ബിൻ കാർഡ് ആണ് കേട്ടോ. ബിൻ കാർഡ്, ബിൻ കാർഡിന്റെ ഒരു ചെറിയൊരു ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിൻ എന്ന് പറഞ്ഞാൽ വേറൊന്നും, ഇറ്റ് ഈസ് എ പ്ലേസ് വെർ ദ മെറ്റീരിയൽസ് ആർ കെപ്റ്റ് അല്ലെ. ഇത്തരത്തിലുള്ള മരുന്നുകൾ നമ്മൾ സൂക്ഷിക്കുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ ബിൻ എന്ന് പറയുന്നത്. ബിൻ കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മരുന്നുകൾ നമ്മൾ എന്താ പറയാ സ്റ്റോർ ചെയ്യുന്ന ഒരു ചെറിയൊരു ഇതാണ്. ഓക്കെ, ഒരു പ്ലേസ് ആണ് ബിൻ. ഈ ബിന്നിനോട് ചേർന്നൊരു കാർഡ് നമ്മൾ അറ്റാച്ച് ചെയ്യും. ബിൻ കാർഡ് എന്നാണ് പറയാ. ബിൻ കാർഡിന്റെ ഒരു മോഡലാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ ബിൻ കാർഡിനകത്ത് ആ ഒരു ബിന്നിനകത്ത് എന്ത് ഡ്രഗ് ആണ്, അതുപോലെ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി അതിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ആ ഒരു ബിൽ കാർഡിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഈ ബിൽ കാർഡിൽ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് ആ കണക്കും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അല്ലാണ്ട് ആ ഒരു ബില്ലിൽ പോയിട്ട് മരുന്നുകൾ എണ്ണി തിട്ടപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ബിൽ കാർഡ് നോക്കിക്കഴിഞ്ഞാല് എത്ര ഡ്രഗ്സ് അതിനകത്ത് ഉണ്ടായിരുന്നു, എത്ര ഡ്രഗ്സ് അതിൽ റിസീവ് ചെയ്തിരുന്നു, എത്ര ഇഷ്യൂ ചെയ്തു, ബാക്കി എത്ര മരുന്നുകളുണ്ട്, അങ്ങനെയുള്ള കണക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ബിൽ കാർഡിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അങ്ങനെ ഒരു ബിൽ കാർഡിന്റെ മോഡലാണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. അതൊക്കെ നാളെ കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മാം, ഹോൾഡിംഗ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹോൾഡിംഗ് പോസ്റ്റ് എന്ന് പറയുന്നത്? ഹോൾഡിംഗ് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ മരുന്നുകൾ സ്റ്റോർ ചെയ്യാനായിട്ട്, ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പോസ്റ്റാണ്. നമുക്ക് മരുന്നുകള് സ്റ്റോക്ക് മീൻസ് ഫാർമസിയിൽ കൊണ്ട് ഹോൾഡ് ചെയ്യണ്ടേ, അതിനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ വേണ്ടേ. മരുന്നുകള് വളരെ സേഫ് ആയിട്ട് കേടുപാടുകളൊന്നും വരാതെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കോസ്റ്റ് നമുക്ക് വേണ്ടി വരും. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന കോസ്റ്റ് ആണ് കേട്ടോ. നമ്മളിപ്പോ എല്ലാ മരുന്നുകളും ഓരോ രീതിയിലാണ് ഹോൾഡ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ജനറൽ ഡ്രഗ്സുകൾ ഹോൾഡ് ചെയ്യുന്ന പോലെയല്ല നാർക്കോട്ടിക് ഡ്രഗ്സുകൾ ഹോൾഡ് ചെയ്യുന്നത്. എല്ലാത്തിനും കോൾഡ് സ്റ്റോറേജ് ഡ്രഗ് ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി റെഫ്രിജറേറ്റർ ഫെസിലിറ്റികൾ നമുക്ക് കൊടുക്കണം. അതിനൊരു കോസ്റ്റ് ഇല്ലേ നമുക്ക്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ.
വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നാളെ ഞാനുണ്ടായിരുന്നു. നാളത്തെ ക്ലാസ്സില് മിക്കവാറും അശ്വതി മിസ്സിന്റെ ക്ലാസ്സിൽ ഞാനായിരിക്കും കേട്ടോ കയറുക. ഇംഗ്ലീഷിന്റെ അശ്വതി മിസ്സിലെ മിസ്സിന്റെ ക്ലാസ്സിന് മിസ് മിക്കവാറും നാളെ ലീവായിരിക്കാം. അപ്പൊ ഞാനായിരിക്കും കയറുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് നാളെ കാണാം. ഓക്കെ കേട്ടോ. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു മിസ്.